ഹലോ ഫ്രണ്ട്സ്, വിസ്ഡം ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ വളരെ എളുപ്പം കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പം കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതി നോക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഓൺലൈൻ എക്സാമിനേഷൻസ് മാത്രമല്ല, അതിനൊപ്പം നമുക്ക് നമ്മുടെ ഒരു സ്കൂളിൻ്റെ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കളക്ട് ചെയ്യാനും അതുപോലെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു ഫോമിലൂടെ സാധിക്കും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അതിനായിട്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നമ്മൾ ഗൂഗിൾ ഫോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഗൂഗിൾ ഫോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ് എന്നൊരു ലിങ്ക് വരും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തും ഇവിടെ പേഴ്സണൽ അതുപോലെ തന്നെ ബിസിനസ് ഇങ്ങനെ 2 കോളം കാണും. ഇവിടെ ഗോ ടു ഗൂഗിൾ ഫോംസ്, പേഴ്സണലിൻ്റെ ഗോ ടു ഗൂഗിൾ ഫോംസിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാങ്ക് ക്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ക്യൂസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഈ ബ്ലാങ്ക് ക്യൂസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ടൈറ്റിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഞാൻ ടൈറ്റിലിൽ ക്ലാസ് ടെസ്റ്റ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ചാപ്റ്റർ 1 ആനിമൽസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇവിടെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുന്നു. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ തന്നെ ആദ്യമേ ഏത് കുട്ടിയുടെ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു. ഇതൊരു ഷോർട്ട് ആൻസർ ഫോമിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് ഇവിടെ തൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, ആൻസർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊരു റിക്വയർഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇവിടെ താഴെ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പം ഇത് റിക്വയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു പ്ലസ് സൈൻ കാണാം. ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് കുട്ടിയുടെ ക്ലാസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓപ്ഷൻ 1 എന്നുള്ളിടത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എ ഡിവിഷൻ, അതുപോലെ ആഡ് അതർ എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കൊടുക്കാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബി ഡിവിഷൻ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സി ഡിവിഷൻ, ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷോർട്ട് ആൻസർ ടൈപ്പിലും ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്ത് പോകാം. വീണ്ടും നമ്മളിവിടെ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചൂസ് ആൻ ആനിമൽ ഫ്രം ദ ബിലോ ഓപ്ഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം റോസ്, കാറ്റ്, മാംഗോ, പെൻസിൽ എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തു. ഇനി ഇതിൽ ശരിയായ ഉത്തരം, ഒരു ടീച്ചറായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ആൻസർ കീ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആൻസർ കീ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഉത്തരം കാറ്റാണ്. അപ്പോൾ ഞാനിവിടെ കാറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് 5 പോയിൻറ്റ്സ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് നമുക്ക് റോങ് ആൻസർ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ കറക്റ്റ് ആൻസേഴ്സിന് വെരി ഗുഡ് എന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇൻകറക്റ്റ് ആൻസർ ആണ് കുട്ടി പറയുന്നതെങ്കിൽ റോങ് ആൻസർ എന്നുള്ളൊരു ഫീഡ്ബാക്ക് അവിടെ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിയും. ഇതിൻ്റെ കൂടെ തന്നെ കുട്ടിയെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ കാറ്റ് എന്ന ഒരു മൃഗത്തെ പരിചയപ്പെടുത്തണം. കുട്ടിക്ക് കാറ്റിന് പരിചയമില്ലാത്തതുകൊണ്ടാണല്ലോ കുട്ടി ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടും. അപ്പോൾ കാറ്റ് ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ ആഡ് ഓൺ ആയി കിടക്കുന്നത് കാണാം. അപ്പോൾ റോങ് ആൻസർ വരുമ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ട് കാറ്റിനെ കാണാനും, കാറ്റിന് പരിചയമില്ല, പൂച്ചയാണ് കാറ്റ് എന്നുള്ളത് അറിയാത്ത കുട്ടി ഈ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കും. ഇപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നമുക്കിവിടെ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു.
ഈ ഒരു ക്വസ്റ്റ്യൻ റിക്വയർഡ് ആയത് കൊണ്ട് നമുക്കിവിടെ റിക്വയർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഓൺ ചെയ്ത് വെക്കാം. റിക്വയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിവ. അപ്പം നമ്മൾ നേരത്തെ മുകളിൽ ചേർത്തിരിക്കുന്ന കുട്ടിയുടെ നെയിമും ക്ലാസ്സും എല്ലാം നമ്മൾ റിക്വയർഡ് ഓൺ ആക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി എഗെയിൻ നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ഡയറക്റ്റ് നമുക്കൊരു പിക്ചർ ഫോമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇമേജിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് ഗൂഗിൾ ഇമേജ് സെർച്ച് വഴി കണ്ടെത്താം. ഇപ്പം ഞാനിവിടെ ഡോഗിന് സെർച്ച് ചെയ്യുകയാണ്. ഡോഗിന് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു. ഈ താഴെ കാണുന്ന പിക്ചറിലെ ആനിമൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പിക്ചർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും നമുക്കിതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിനും 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കുട്ടി ഈ പിക്ചർ കണ്ട് ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്കിതുപോലെ റിക്വയർഡ് ആണ്, ക്വസ്റ്റ്യൻ റിക്വയർഡ് ആണെന്നുള്ള ഭാഗം ഓണാക്കി വെച്ച് ആൻസർ കീയിൽ നമുക്കിവിടെ ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ആഡ് ഓൺ ചെയ്യാം. ഇവിടെ ഞാൻ 5 പോയിൻറ്റ്സ് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 5 പോയിൻറ്റ്സ് കൊടുക്കുന്നു. അതുപോലെ കറക്റ്റ് ഉത്തരം ഞാനിവിടെ ഡോഗ് എന്നുള്ളത് മാർക്ക് ചെയ്തു. അതുപോലെ ആഡ് ആൻസർ ഫീഡ്ബാക്കിൽ ഇൻകറക്റ്റ് ആൻസറിന് ഞാനിവിടെ റോങ് ആൻസർ എന്ന് കൊടുക്കുന്നു. അതുപോലെ കറക്റ്റ് ആൻസേഴ്സിന് വെരി ഗുഡ് എന്നും ടൈപ്പ് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണേലും ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് ഇവിടെ റെസ്പോൺസസ് എന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്നുള്ള ഒരു പോർഷനുണ്ട്. ഇവിടെ ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മളിവിടെ ഓണാക്കി വെക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ റെസ്പോൺസസ് നമ്മുടെ മെയിലിലൂടെ സ്പ്രെഡ്ഷീറ്റിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാങ്ക് യൂസ് റെസ്പോൺസസ് ഒന്ന് മാറ്റി നമ്മളിപ്പം ചാപ്റ്റേഴ്സ് തമ്മിൽ മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ആനിമൽസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ആണല്ലോ, അപ്പം ആനിമൽസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞാനൊരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്രകാരമായിരിക്കും വരുന്നത്. കണ്ടോ, ടൈം സ്റ്റാമ്പ് വരും, കുട്ടിക്ക് ലഭിച്ച സ്കോർ വരും, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇവിടെ താഴെ വരും, ക്ലാസ് വരും, ഓരോ ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യന് കുട്ടിക്ക് കിട്ടിയ മാർക്കും വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വിസ് ഫോം നമ്മൾ റെഡിയാക്കുന്നത്. ജനറലി നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. കുട്ടിയുടെ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുണ്ട്. അപ്പം ഇമെയിൽ ഐ ഡി ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ലിമിറ്റ് ടു 1 റെസ്പോൺസ്. ഇപ്പോൾ ഒരു കുട്ടി തന്നെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 2-3 തവണ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്. കുട്ടി സബ്മിറ്റ് കൊടുത്തതിന് ശേഷം കുട്ടിക്ക് എഡിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരു ഓപ്ഷൻ നമ്മൾ വെക്കുന്നു. അതുപോലെ തന്നെ സമ്മറി ചാർട്ട് കിട്ടണമെങ്കിൽ അതിനും നമ്മളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് സെറ്റിങ്സിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ലിങ്ക് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിലായി സെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ സെൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഏത് മാർഗത്തിലൂടെ നമുക്കിത് കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ലിങ്കിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ നീളത്തിലുള്ള ഒരു ലിങ്കാണ് കിട്ടുന്നത്. നമുക്കത് ഷോർട്ടൺ ചെയ്തിട്ട് ആ URL ലിങ്ക് നമുക്ക് വളരെ ഷോർട്ടൺ ചെയ്ത് കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ലിങ്കായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ജസ്റ്റ് കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ ആയിരിക്കും കുട്ടികളിലേക്ക് ഈ ലിങ്ക് എത്തിക്കുക. വാട്സപ്പ് വഴി കൊടുക്കുകയാണെങ്കിൽ വാട്സപ്പ് നമ്മുടെ സിസ്റ്റവുമായി കണക്ട് ചെയ്യാനുള്ള മാർഗ്ഗം വാട്സപ്പ് വെബാണ്. വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബാർകോഡ് വഴി സ്കാൻ ചെയ്ത് നമുക്ക് വാട്സപ്പിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന വാട്സപ്പ് വെബാണ്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. ഈ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും മറ്റും നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കുട്ടി
ഈ ലിങ്കിലൂടെ പ്രവേശിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. ഇപ്പോൾ റിക്വേർഡ് ആയിട്ടുള്ള പോർഷൻസ് ഇവിടെ റിക്വേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ പേരിവിടെ റിക്വേർഡാണ്. ഇനി നമ്മൾ നേരെ ഗൂഗിൾ ഷീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അരവിന്ദ് ആർ 1B കണ്ടോ, കുട്ടി കറക്റ്റ് ഉത്തരം കൊടുത്തു. അപ്പോൾ കുട്ടിക്ക് 10ൽ 5 മാർക്ക്. ഒരു ഉത്തരം കുട്ടി തെറ്റിച്ചു, അപ്പോൾ 10ൽ 5 മാർക്ക്. അപ്പോൾ ഇവിടെ ടൈം ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കുട്ടികളുടെ റെസ്പോൺസ് ഓഫ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ കുട്ടി എക്സാം എഴുതി തീരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ റെസ്പോൺസിൻ്റെ ഭാഗത്ത് ഈ റെസ്പോൺസ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നീട് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസ് കാണുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.